Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നാളത്തെ മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടുകൾ, കൂടാതെ നമ്മൾ ഈ ഒരു വീക്ക് മാർക്കറ്റിലും ഒരു ബ്രേക്കൗട്ടൊക്കെ നടന്ന് സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റോക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ. നമ്മൾ ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രമായിട്ടാണ് നമ്മൾ ഈ ടെക്നിക്കലായിട്ട് അനലൈസ് ഒക്കെ ചെയ്യുന്നത് സ്റ്റോക്കിൽ. അതുകൊണ്ട് അതൊരു ബൈ സിഗ്നലായിട്ട് ഒരിക്കലും എടുക്കരുത്. അപ്പോൾ അത് മുൻകൂട്ടി തന്നെ പറയുകയാണ്, എല്ലാ വീഡിയോസും നമ്മൾ പറയാറുണ്ട്. അത് തന്നെയാണ്. ഇപ്പോൾ നിഫ്റ്റിയോട്ട് വരുന്നു കഴിഞ്ഞാൽ നിഫ്റ്റി നമ്മളൊന്നൊരു പോസിറ്റീവ് ക്ലോസിങ് ആണ് വിചാരിച്ചത്. പക്ഷേ അവസാന സമയങ്ങളിൽ നല്ലൊരു സെല്ലിങ് വന്നിട്ട് ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് തന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഒരു റേഞ്ച് 23,280 ആ റേഞ്ചൊക്കെ ഒരു സപ്പോർട്ട് എടുക്കുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 3 ദിവസത്തെ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റേഞ്ചിൻ്റെ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലത്തെ നല്ലൊരു ക്യാൻഡിലാണ്, കാരണം താഴ്ന്ന് നമുക്ക് നല്ലൊരു റിക്കവറി വന്നു. റെഡ് ക്യാൻഡിലാണെങ്കിലും നമുക്ക് നല്ലൊരു ബൈയിങ് ആ റേഞ്ചിൽ നിന്ന് വന്ന് ക്ലോസ് ചെയ്തു. പക്ഷേ ഇന്നത്തെ അതിന് നേരെ ഓപ്പോസിറ്റ് ഹൈ ലെവലിൽ നിന്ന് നല്ലൊരു സെല്ലിംഗ് ആണെന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു 3 ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ബെയറിഷ് ആയിട്ടുള്ള സെൻറ്റിമെൻ്റ് ആണ് ഇപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയിട്ട് കാണുന്നത്. ഇനിയിപ്പോൾ അതെല്ലാം ഇവിടുന്ന് ഒരു സപ്പോർട്ട് ഈ റേഞ്ചിൽ നിന്നൊക്കെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ട് മേലോട്ട് കയറുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബ്ലൂ ലൈനാണ് നമ്മൾ പറയുന്ന പോലെ മെയിനായിട്ടുള്ള ഒരു ഏരിയ. റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് നിഫ്റ്റിയിൽ കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഈ ഒരു സൈഡ് വേസ് ടു നെഗറ്റീവായിട്ട് മാർക്കറ്റ് പോകാനാണ് കൂടുതലും സാധ്യത. പിന്നെ നമ്മൾ സ്മോൾ ക്യാപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റിനേക്കാളും നല്ലൊരു സെല്ലിംഗ്. പക്ഷേ രാവിലെ മുതലേ നിഫ്റ്റി ഒരു പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും നെഗറ്റീവിൽ തന്നെയാണ് ത്രൂ ഔട്ട് ദ ഡേ ഉണ്ടായിരുന്നത്. അവസാനം നല്ലൊരു സെല്ലിംഗ് വന്നപ്പോൾ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും നല്ല രീതിയിൽ ഇടിഞ്ഞു. ഒരു 1.5% അടുത്ത് ഒരു ഇടിവാണ് ഉണ്ടായിരുന്നത്. സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു സപ്പോർട്ടുകളും ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റേഞ്ച് നല്ല സപ്പോർട്ട് എടുക്കുന്നു. ഏകദേശം അവിടെ തന്നെ നല്ലൊരു ക്യാൻഡിൽ ഫോം ചെയ്ത് സപ്പോർട്ട് എടുത്തിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വരുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്കൊരു റെസിസ്റ്റൻ്റായിട്ട് നോക്കാം. കാരണം ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 തവണ റേഞ്ചിൽ നിന്ന് റിവേഴ്സലായിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈനാണ് 17,500 ആ റേഞ്ചാണ് ഇപ്പോൾ വരുന്ന സപ്പോർട്ട്. ആ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചെറിയൊരു പ്രതീക്ഷ കിട്ടും. അത് സപ്പോർട്ട് എടുത്തിട്ട് മേലോട്ട് നല്ല രീതിയിലുള്ള വോളിയത്തോടുള്ള ക്യാൻഡിഡേറ്റ്സ് ഫോം ആയി കഴിഞ്ഞാലാണ് നമുക്ക് സ്മോൾ ക്യാപ്പിൽ നല്ലൊരു സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലും ഒരു ബൈയിങ് പ്രഷർ ഉണ്ടാവുള്ളൂ. കൂടാതെ നമ്മൾ ഈ ഒരു വീക്ക് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് ഇപ്പോൾ മേനോൻ ബി എന്ന് പറഞ്ഞ സ്റ്റോക്ക്, മേനോൻ ബെയറിംഗ് ലിമിറ്റഡ്, ഈ ഒരു സ്റ്റോക്ക് ഇന്നൊരു 3% അടുത്ത് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നടത്തിയത്. പക്ഷേ ചാർട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാർട്ടും കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാം ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ബ്രേക്കൗട്ട് കഴിഞ്ഞ് ഓൾറെഡി നല്ലൊരു ക്യാൻഡിലും നല്ലൊരു വോളിയത്തോടുള്ളൊരു ബ്രേക്കൗട്ട്. കൂടാതെ സ്റ്റോക്കിൻ്റെ റിസൾട്ടും വന്നതാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് ആ സ്റ്റോക്കിന് റിസൾട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണ്ടമെൻ്റലി ഒരു മൂവ്മെൻ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലാണ്ട് മാനിപ്പുലേഷനോ അങ്ങനെ ഒരു ഇതല്ല. ഇപ്പോൾ ഇന്നലത്തെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബ്രേക്കൗട്ട് ക്യാൻഡിൽ തന്നു. പക്ഷേ ഇന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലും നല്ല വോളിയത്തോടുള്ള ഒരു ക്യാൻഡിലും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി വരുന്നത് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ റേഞ്ചിൽ തന്നെ എൻട്രി ഉദാഹരണത്തിന് പറഞ്ഞ ഒരു റീടെസ്റ്റ് എന്ന് വിചാരിക്കാം. നമുക്ക് ഈ റേഞ്ചാണ് റീടെസ്റ്റ് ആയിട്ട് വരിക മിക്കവാറും. ഇപ്പോൾ ഏകദേശം പെട്ടെന്ന് നമുക്കൊരു 160 റേഞ്ചിലോട്ടൊക്കെ വന്നിട്ട് ഒരു റിവേഴ്സൽ സൈൻ കാണിക്കുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ താഴത്തോട്ട് പോയി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി ഇല്ല. അപ്പോൾ നമ്മളൊരു ഫേക്ക് ബ്രേക്കൗട്ട് എന്നുള്ള രീതിയിൽ വരും. അതല്ല, ചില സമയങ്ങളിൽ ഈ റേഞ്ച് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ട് പൊതുവെ മാർക്കറ്റ് മേലോട്ട് പോകാറുണ്ട്. അങ്ങനെയാണെന്ന് പറഞ്ഞ് ഈ റേഞ്ച് താഴത്തോട്ട് വന്ന് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കറക്റ്റായിട്ടുള്ള എൻട്രികൾ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ വരുന്ന സമയത്ത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കൂടുതലും നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഇപ്പോൾ നമ്മളിങ്ങനെ പറയുന്ന സ്റ്റോക്കുകളിൽ ആൾക്ക് കറക്റ്റായിട്ടുള്ള എൻട്രികളൊന്നും എടുക്കാൻ അറിയില്ല. നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാനാണെങ്കിലും എൻട്രികൾ എടുക്കാൻ അറിയില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഈ യൂട്യൂബിൽ പറയുന്ന സ്റ്റോക്കുകൾ നിങ്ങൾക്ക് എൻട്രി എടുക്കണം പഠിക്കാൻ വേണ്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള എൻട്രിയും അതുപോലെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസൊക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്.
അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് മാത്രം നമ്മൾ പറയുന്നത്, കാരണം ഒരു വീക്ക് മാർക്കറ്റാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് എത്ര നാൾ കണ്ടിന്യൂ ആവുമെന്ന് അറിയില്ല. ഒരു നല്ലൊരു ചെറുതായിട്ടൊരു മൂവ്മെൻറ്റ് മേലോട്ട് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ സ്റ്റോക്കുകളൊക്കെ നല്ല ഇതിൽ മൂവ് ചെയ്യാനും സാധിക്കും. സ്മോൾ ക്യാപ്പിലൊക്കെ നല്ലൊരു പോസിറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഡെക്സ് ചിലപ്പോൾ 1%, 2% മൂവ് ചെയ്തെങ്കിലും, പക്ഷേ സ്റ്റോക്കുകൾ ഇപ്പോൾ 8-10% മൂവ്മെൻറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് ചിലപ്പോൾ 8-10% ലോസിലിരിക്കുന്ന സ്റ്റോക്കുകളൊക്കെ പെട്ടെന്ന് റിക്കവർ വരുമ്പോൾ 1-2 ദിവസം കൊണ്ട് തന്നെ ആ 20-25% മൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ശുഭപ്രതീക്ഷയിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലാതെ നമുക്ക് നാളത്തെ മാർക്കറ്റിൽ ഈ ഒരു സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യുക. അതുപോലെ US മാർക്കറ്റിൻ്റെ ക്ലോസിങ് ഒന്ന് നോക്കുക. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില ഒന്ന് ചെക്ക് ചെയ്യുക. എപ്പോഴും ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് അത്ര നല്ലതല്ല. എപ്പോൾ നോക്കിയാലും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് താഴത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്യാറുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നാളെ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്